നല്ല ചൂട് ചോറിൻ്റെ കൂടെ കറിവേപ്പില വെച്ചിട്ട് ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടാക്കി കഴിച്ചാൽ അത് അടിപൊളിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഞാൻ ആദ്യം വിശ്വസിച്ചേയില്ല കേട്ടോ. പക്ഷെ ഇത് ഉണ്ടാക്കി കഴിച്ചപ്പോൾ എൻ്റെ പൊന്നു ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് കേട്ടോ. ഇത് മാത്രം മതി ചോറ് കഴിക്കാനായിട്ട്. ഇതൊരു തമിഴ്നാടൻ റെസിപ്പി ആട്ടോ, കറിവേപ്പില തൊക്ക്. ഇതുണ്ടാക്കുന്നത് ഞാനല്ല, എൻ്റെ ചേച്ചിയാണേ. ചേച്ചി പഠിച്ചതൊക്കെ അങ്ങ് തമിഴ്നാട്ടിലാട്ടോ. ചേച്ചിയുടെ ഒരു ഫേവറേറ്റ് റെസിപ്പി കൂടിയാട്ടോ ഇത്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് പാനിലേക്ക് 1 സ്പൂൺ കടുകും 1 സ്പൂൺ മുഴുവൻ മല്ലിയും ലേശം ഉലുവായും കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക കേട്ടോ. അതേ പാനിൽ തന്നെ കുറച്ചധികം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. കറിവേപ്പില ഇട്ട് അതും റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കാവേ. ഇനി നമുക്ക് കുറച്ച് പുളിയും വെള്ളവും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു 1.5 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി അത് നന്നായിട്ട് വറ്റി അതിന് വെള്ളമയമൊക്കെ മാറി നല്ല അലുവാ കഷ്ണം പോലെ പുളി ആകുന്നവരെ അത് വഴറ്റി കൊടുക്കുക കേട്ടോ. അതിനുശേഷം മിക്സർ ജാറിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നമ്മൾ ആദ്യം ഡ്രൈ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഉലുവായും മല്ലിയും കടുകും ചേർത്ത് കൊടുക്കുക. പിന്നെ പുളി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് മിക്സർ ജാറിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. അതേ പാനിൽ തന്നെ കുറച്ചധികം നല്ലെണ്ണ ചേർത്ത് കൊടുക്കുക. നല്ലെണ്ണ ആയതുകൊണ്ട് ഇത് കുറച്ചധികം ദിവസം വരെ ഇരിക്കും കേട്ടോ. അതിലേക്ക് കടുക് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് ഉഴുന്ന് പരിപ്പും പിന്നെ പൊട്ടുകടലയും ചേർത്ത് റോസ്റ്റ് ചെയ്യുക. അതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളിയും കറിവേപ്പിലയും 2 പച്ചമുളകും കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മിക്സർ ജാറിൽ പൊടിച്ച് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. കുറച്ച് നല്ലെണ്ണയുടെ കുറവുണ്ട്, അതുകൊണ്ട് കുറച്ചുകൂടി നല്ലെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ എണ്ണയൊക്കെ നല്ല അടിപൊളിയായിട്ട് തെളിഞ്ഞു വന്നു. ഇത്ര ഉള്ള പരിപാടി കേട്ടോ. നിങ്ങൾ എന്തായാലും ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്. നല്ല മുടിയൊക്കെ ഉണ്ടാക്കാൻ കറിവേപ്പില എടുത്താൽ ബെസ്റ്റായിട്ടുള്ള എന്തൊരു ഐറ്റമല്ലേ ഉള്ളത്. ഇങ്ങനെ കഴിച്ചാൽ അടിപൊളി ടേസ്റ്റ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.